വലിയവനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ ദിവസവും രാവിലെ പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ പ്രഭാതത്തിൽ നാം കേട്ട അതേ വേദഭാഗത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും നമ്മെ ഒരു പ്രാവശ്യം കൂടെ ചില സന്ദേശങ്ങൾക്കായി വഴി നടത്തുന്നു. ഹഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. അതിങ്ങനെ വായിക്കുന്നു: വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹം നിന്നുപോയ ഒരു കൂട്ടം ജനത്തിന് അനുഗ്രഹം ആരംഭിക്കുവാൻ ദൈവം കൽപ്പിക്കുന്ന ഒരു തുടക്കത്തെക്കുറിച്ചാണ് ഇവിടെ ഹഗായി സന്ദേശം നൽകുന്നത്. അനേക നാളുകളായി ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നത് കാരണം ഇസ്രായേൽ ജനത്തിന് യഹോവയുടെ ആലയത്തെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുവാൻ സമയവും സാവകാശവും ഒന്നും കിട്ടിയില്ല. ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് വന്നവർ സ്വന്തമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ്വാഭാവികമാണ്. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. എന്നാൽ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആദിയിൽ ദൈവം അല്ലെങ്കിൽ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് സകലതും ലഭിക്കുന്ന ഒരു സുവിശേഷ സത്യത്തിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മെ വഴി നടത്തുന്നത്. അതിനൊരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ സ്വാർത്ഥത കൊണ്ടല്ല. ദൈവം നമുക്ക് മുമ്പേ നിൽക്കുമ്പോൾ, നമ്മുടെ ആരംഭത്തിലൊക്കെ ദൈവം നിൽക്കുമ്പോൾ അതിന്മേൽ ശത്രുവിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ഒരു വിശേഷത കൊണ്ടാണ് ആദിയിൽ ദൈവം നമ്മുടെ സകല പ്രവൃത്തികളിലും ആയിരിക്കട്ടെ എന്ന് ദൈവം നമുക്ക് അനുശാസനം തരുന്നത്. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ ഇതുവരെയും നിങ്ങളുടെ വിത്ത് കളപ്പുരയിൽ തന്നെ വിതയ്ക്കാതെ മനം മടുത്ത് വിതച്ചിട്ടും കാര്യമില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്നതായ ഒരു കൂട്ടം ജനത്തോട് പറയുകയാണ്: നീ വിതയ്ക്കുവാൻ അധൈര്യപ്പെടാതെ നിന്റെ ധൈര്യത്തെ നീ വീണ്ടെടുത്തും കൊണ്ട് നീ വിതയ്ക്കുക. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിനൊരു തുടക്കമുണ്ട്. നാശത്തിനും നഷ്ടത്തിനും ഒരു തുടക്കമുണ്ടെങ്കിൽ അനുഗ്രഹത്തിനും ഒരു തുടക്കമുണ്ട്. നാശത്തിനും നഷ്ടത്തിനും ഒരു കാരണമുണ്ടെങ്കിൽ അനുഗ്രഹത്തിനും ഒരു കാരണമുണ്ട്. എന്നാൽ ദൈവം പലപ്പോഴും നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ സവിശേഷതകൾ കൊണ്ടോ നമ്മുടെ സൽപ്രവൃത്തികളോ കണ്ടതുകൊണ്ടല്ല. അങ്ങനെ ദൈവം നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ടുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരുണ അല്ലെങ്കിൽ കൃപ എന്നൊരു വാക്കിന് അതിന് അർഹതയില്ലാതായി പോകും. ദൈവം നമ്മോട് കാണിക്കുന്ന കൃപ സകലത്തിനും അടിസ്ഥാനമാകേണ്ടതിന് നാം യോഗ്യതയില്ലാതിരിക്കുമ്പോൾ നമുക്ക് തരുന്നതായ ചില ലാഭകരമായ ചില വഴിനടത്തലുകളാണ്, അനുഗ്രഹങ്ങളാണ്. ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ നഷ്ടത്തിൽ നഷ്ടം തിരിയുമ്പോൾ മനുഷ്യൻ്റെ നഷ്ടത്തിലേക്ക് ദൈവം കാതോർക്കുന്നു, തൻ്റെ കണ്ണു പതിക്കുന്നു. ദൈവജനത്തിന് നഷ്ടമുണ്ടാകുമ്പോൾ ദൈവം അവിടെ കടന്നു വന്ന് അവൻ്റെ നഷ്ടങ്ങളെ കാണുന്നു എന്നിവിടെ നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ കഴിയും. നോക്കൂ, ഇസ്രായേൽ ജനത്തിന് കഷ്ടതയുണ്ടായി, അവർക്ക് നഷ്ടമുണ്ടായി. അവരുടെ കൃഷിയിൽ നഷ്ടം, അവരുടെ അധ്വാനത്തിൽ നഷ്ടം, അവരുടെ പ്രവൃത്തികളിൽ നഷ്ടം, അവരുടെ വാക്കുകളിൽ നഷ്ടം, അവരുടെ സകല കാര്യങ്ങളിലും അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായി. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ദൈവജനത്തിന് എപ്പോഴും നഷ്ടങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. നീതിമാന്റെ അനർത്ഥം അസംഖ്യം, എങ്കിലും ദൈവം അതിൽ നിന്നൊക്കെയും അവനെ വിടുവിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ഈ തരുണത്തിൽ അനേകം ബഹുതായി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കുവാൻ തക്കതായ ഒരു വിഷയമാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ചുരുങ്ങിയ ചില ആലോചനകളോടുകൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാനുഗ്രഹം നമ്മിലേക്ക് വരുവാൻ ഉള്ളതായ വാതിലുകളെ നമ്മുടെ ജീവിതത്തിൽ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സത്യം.
മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ ആരാധിക്കാത്തവരായി തീരും. ദൈവത്തെ അന്വേഷിക്കാത്തവരാകും, ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരാകും, ദൈവത്തെ കോപിപ്പിക്കുന്നവരാകും എന്ന് വേണ്ട. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അനേക കാര്യങ്ങൾ മനുഷ്യന് അവരുടെ ജീവിതത്തിൽ വന്നു പോയേക്കാം. എന്നാൽ സ്നേഹവാനായ ദൈവം മനുഷ്യന്റെ പുറകെ വന്ന് അനേക ആലോചനകൾ കൊടുത്ത്, അനേക ഉദ്വേഗങ്ങൾ കൊടുത്ത്, അനേക അല്ലെങ്കിൽ ഉപദേശങ്ങൾ അവന് കൊടുത്ത്, അനേക രീതിയിൽ അവനെ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിനൊരു തുടക്കമുണ്ട് എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനൊരു തുടക്കം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നോക്കൂ, സഭാപ്രസംഗി അനുഗ്രഹത്തെയും നഷ്ടത്തെയും ശാപത്തെയും ഒക്കെ കണ്ടുമടുത്തും കൊണ്ട് അവൻ തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയുണ്ടായി, സകലത്തിനും ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, തുണിയെ കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, സ്നേഹിപ്പാനും ഒരു കാലം, വിദ്വേഷിപ്പാനും ഒരു കാലം, അങ്ങനെ സകലത്തിനും ഒരു കാലമുണ്ട് എന്ന് സഭാപ്രസംഗി കണ്ടുപിടിച്ചു. അതവൻ്റെ ജ്ഞാനത്തിൻ്റെ വലിപ്പമാണ്. ദൈവം അവന് കൊടുത്തതായ ജ്ഞാനത്തിൻ്റെ അളവിനാലാണ് അത് വിളിച്ചു പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാലങ്ങൾ അല്ലെങ്കിൽ അനേക അനുഭവങ്ങൾ, അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകുന്ന അനേക സന്ദർഭങ്ങൾ നമുക്കുണ്ടായേക്കാം. നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അനേക കഷ്ടങ്ങൾ ഉണ്ടായേക്കാം, രോഗവും വേദനയും നമ്മെ വേട്ടയാടിയെന്നേക്കാം. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അനർത്ഥം അസംഖ്യമാണെങ്കിലും, അവൻ്റെ നഷ്ടം അസംഖ്യമാണെങ്കിലും അവനൊരു ദൈവമുണ്ട്. അവൻ ആശ്രയിക്കുന്ന, അവൻ്റെ കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ കഴിയുന്നതായ ഒരു ദൈവം അവനുണ്ട് എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥ. നമുക്കൊരു ദൈവമുണ്ട്, നമുക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്, നമുക്ക് നിലവിളിപ്പാൻ ഒരു ദൈവമുണ്ട്, നമുക്ക് സങ്കടം പറയുവാൻ ഒരു ദൈവമുണ്ട്. നോക്കൂ, ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയൊന്ന് നോക്കൂ. അവർ ജെറുസലേമിൽ വന്നപ്പോൾ പെട്ടെന്ന് അവർ വിതച്ചു, കൊയ്തു. പഴയ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ധാരാളം വിളവുകൾ കിട്ടണം. പക്ഷെങ്കിൽ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? വിതച്ചിട്ടും വിളവുകളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അനേക തോട്ടങ്ങൾ ഫലം കായ്ക്കാതെ, അല്ലെങ്കിൽ പൂത്തു അത് ഫലം തരാതെ എല്ലാം പൊഴിഞ്ഞു പോകുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വരുമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പരിതാപപ്പെട്ടിരിക്കുന്ന ജനത്തോട് ദൈവം തന്നെ സ്നേഹത്തോടെ തൻ്റെ ദൂതനെ അവിടെ അയക്കുകയാണ്, പ്രവാചകനെ അവിടെ അയക്കുകയാണ്. ഹഗായിൽ കൂടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഭാരപ്പെടേണ്ട എൻ്റെ മകനെ, മകളെ, നിന്റെ വിത്തുകൾ ഇതുവരെയും നീ വിതയ്ക്കാതെ സംശയിച്ച് അനുഭവം കിട്ടുമോ ഇല്ലയോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ സംശയത്തോടു കൂടെ അതിപ്പോഴും കളപ്പുരയിൽ സൂക്ഷിക്കുകയാണോ എങ്കിൽ വിശ്വാസത്തോടെ വരിക. നിന്റെ വിത്ത് വിതയ്ക്കുക, നിന്റെ കൈ ഇളച്ചിരിക്കരുത്. അനുഭവം തരുന്നത് ദൈവമാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയും മുമ്പ് അത് തിരികെ വരും. ദൈവത്തിൻ്റെ വചനം നമ്മെ ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ ഉപദേശം എന്താണെന്നറിയാമോ? നിരാശയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. അനേകം കാര്യങ്ങൾ, അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്നതാണ്. കാരണം ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ളതായ പല കാര്യങ്ങളും നമ്മൾ പലർക്കും പല ദോഷങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ദോഷം നമ്മുടെ പുറകെ വരും. നമ്മൾ മറ്റാർക്കും കുറവുകൾ അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ പുറകെ ഉപദ്രവം ഓടി വരും. കാരണം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് ഉപദ്രവങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ക്ഷീണിപ്പിച്ച് നമ്മൾ ആശ്രയം ആരിലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കരം നമുക്കായി കാത്തിരിക്കുന്നത്. നോക്കൂ, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ അതുങ്ങൾ ജന്മം കൊണ്ടു? അതുങ്ങൾക്ക് പപ്പും പൂടയും ഒക്കെ കിളിച്ചു വരുന്നതായ സമയത്ത് കഴുകൻ എന്താണ് ചെയ്യുന്നത് അറിയാമോ? തൻ്റെ കൂടിളക്കി അവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം ഇളക്കിക്കൊണ്ട് അതിനെ ആ കൂട്ടിൽ നിന്ന് തെള്ളി താഴെയിടും. ആ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത്, അയ്യോ, ഇങ്ങനെ ഞങ്ങളോട് അന്യായം ചെയ്യുന്ന ആ മാതാവുണ്ടോ? അല്ലെങ്കിൽ ഈ മാതാവും പിതാവും ഞങ്ങളെ ഊട്ടി വളർത്തിയതായ ഈ മാതാവ് എന്താണ് ചെയ്യുന്നത് എന്ന് ആ കുഞ്ഞുങ്ങൾ വളരെ വേവലാതിപ്പെടും. അത് വളരെ ശക്തിയോടെ താഴേക്ക് പതിക്കുന്ന ഒരു അനുഭവം അതിന് തോന്നിപ്പോകും. എന്നാൽ അത് പതിക്കുന്നതിന് മുൻപ് കഴുകൻ ഓടി വന്ന് തൻ്റെ ചിറകിൽ അതിനെ വഹിച്ചുകൊള്ളും. കാരണം എന്താണെന്നറിയാമോ? നാളെ ഇതുപോലെ എന്നെ പോലെ എൻ്റെ കുഞ്ഞുങ്ങളും പറക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റാരിലും ആശ്രയിക്കാതെ, ഈ ലോകത്തിലെ ദൈവങ്ങളെ ആശ്രയിക്കാതെ, ഈ ലോകത്തിലെ ബലത്തെ ആശ്രയിക്കാതെ, ഈ ലോകത്തിലെ ആ ആദായത്തെ ആശ്രയിക്കാതെ
എൻ്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനായിരിക്കണം. അവൻ്റെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതായ ഒരു ദൃഢനിശ്ചയം അവരിൽ വളർത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നോക്കൂ, നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ദൈവത്തിലെ ആശ്രയം എത്ര മനോഹരമാണെന്നറിയാമോ? നമ്മുടെ ദൈവം എത്ര ധന്യനായ ദൈവം! ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൽ നമുക്ക് ആശ്രയം കിട്ടിയില്ലേ? ജീവിതത്തിൽ നമുക്ക് വലിയൊരു ഭാഗ്യം അതാണല്ലോ. ലോകത്തിൽ എന്ത് സമ്പത്തുണ്ടായാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ദൈവത്തിൽ ആശ്രയമുള്ള മനുഷ്യൻ അവൻ ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല. അവൻ്റെ വിത്ത് വിതയ്ക്കുന്നതിലും അവൻ്റെ കൃഷിയിലും അവൻ്റെ ആദായത്തിലും അവൻ്റെ ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ വന്ന് കാണുന്ന ദൈവം, ഇത്ര വലിയ ദൈവത്തെ നമുക്ക് ജീവിതത്തിൽ കണ്ടുമുട്ടുവാൻ കിട്ടിയതായ അവസരങ്ങൾ, അവനെക്കുറിച്ചൊന്ന് കേൾക്കുവാൻ ഇടയായത് എത്ര വലിയ ഭാഗ്യമാണെന്നറിയാമോ? നോക്കൂ, കർത്താവ് വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം മുക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് തരാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മുന്നിൽ കടന്നു വന്നതായ ജനങ്ങളെ ഒന്ന് നോക്കൂ. അവർ 2-3 ദിവസം പട്ടിണിയിരുന്ന് സുവിശേഷം കേൾക്കുകയാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതായ സുവിശേഷം, അതൊരു മഹത്തായ സുവിശേഷമല്ലേ? സ്വർഗരാജ്യത്തിലുള്ളതായ അനുഭവത്തെക്കുറിച്ച് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഈ ബഹുസഹസ്രങ്ങളായ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഊന്നും ഉറക്കവും എല്ലാം മറന്നു കളഞ്ഞു. അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ വിട്ടുകളഞ്ഞു. എങ്കിലും യേശുവിന് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുവാൻ സമയമായപ്പോൾ ആ മീറ്റിംഗ് അവസാനിപ്പിച്ച ഉടനെ കർത്താവിന് ഉടനെ ഒരു ബോധ്യം, അയ്യോ, എൻ്റെ ജനങ്ങൾ പട്ടിണിയിരിക്കുകയാണ്, അവരെ ഞാൻ വിശപ്പോടെ അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. നോക്കൂ, ദൈവത്തിൻ്റെ കരുണ അതാണ്. നിങ്ങൾ വഴിയിൽ വെച്ച് തളർന്നു പോകരുത്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കർത്താവ് എന്താണ് ശിഷ്യന്മാരോട് പറയുന്നത്? ഇവരെ ഞാൻ വെറുതെ അയച്ചാൽ അവർ ഭവനത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തളർന്നു വീഴും, വഴിയിൽ വെച്ച് വീണുപോകും. നോ, എൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നവൻ വീഴുവാൻ പാടില്ല, അവൻ തളരുവാൻ പാടില്ല. എൻ്റെ വചനം കേട്ടവർ നിരാശപ്പെടുവാൻ പാടില്ല. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. എത്ര ഭക്ഷിപ്പാൻ കൊടുക്കണം? ഓരോ അപ്പം കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു മുറി അപ്പം വേണ്ടുവോളം. അവരെങ്ങനെയാണ്? കർത്താവ് അവർക്ക് കുറിച്ച് കൊടുത്തപ്പോൾ അവരെല്ലാവരും വേണ്ടുവോളം ഭക്ഷിച്ചു. ദൈവം തരുമ്പോൾ വയറ് നിറച്ച് തരും. ദൈവത്തിന് സ്തോത്രം. വേണോ എന്ന് ചോദിച്ചു തരും, അല്ലെങ്കിൽ മതിയോ എന്ന് ചോദിച്ചു തരും. എന്നാൽ മനുഷ്യൻ തരുമ്പോൾ അതിനൊക്കെ അളവുണ്ട്. ദൈവം തരുമ്പോൾ സമൃദ്ധിയായി അവർക്ക് ജീവൻ നൽകുവാൻ, നിത്യജീവൻ കൊടുക്കുവാൻ, സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ. നോക്കൂ, അബൻഡൻസ് ഓഫ് ലൈഫ്. ദൈവം അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വൈറ്റമിൻസ് കുറഞ്ഞതായ അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ശരീരം ചില സിംറ്റംസ് തരുന്നില്ലേ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കും. ഡോക്ടർ അതിന് പ്രത്യേകമായ ചില മൾട്ടി വൈറ്റമിൻസ് ഒക്കെ നമുക്ക് നിഷ്കർഷിച്ച് തരുന്നില്ലേ എന്ന് പറഞ്ഞ് എന്തിനാണെന്നറിയാം. എന്നാൽ ദൈവം തരുമ്പോൾ എന്താണ് തരുന്നത് അറിയാമോ? അവർക്ക് ജീവൻ നൽകുവാൻ, അവർക്ക് നിത്യജീവൻ കൊടുക്കുവാൻ, സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ. ദൈവം കൊടുക്കുമ്പോൾ അത് സമൃദ്ധിയായ ജീവനാണ്. ദൈവം നമ്മെ ബലപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അത് അല്പമായിട്ടല്ല, അത് സമൃദ്ധിയായിട്ടാണ്. ഒരു മനുഷ്യനാലും അളക്കുവാൻ സാധിക്കില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ അളവ് ഒരു മനുഷ്യന് നിശ്ചയിക്കാൻ കഴിയയില്ല. അതിന്റെ നീളം, വീതി, ഉയരം, അല്ലെങ്കിൽ അതിൻ്റെ ആ വീതി, ഇതൊന്നും മനുഷ്യർക്ക് നിഷ്കർഷിക്കാൻ കഴിയില്ല. അത്രത്തോളം ഇമ്മഷറബിൾ ആ ലവ് ദൈവം നമ്മളിലേക്ക് പകരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു കൗണ്ട്ലെസ്, എണ്ണി തീർക്കുവാൻ കഴിയാത്തതായ, അല്ലെങ്കിൽ മനുഷ്യനാൽ അളക്കുവാൻ കഴിയാത്തതായ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഇല്ലായ്മകൾ മാറുന്നു, നമ്മുടെ നിഷ്ഫലങ്ങളെല്ലാം മാറി ഫലങ്ങൾ ഉളവാകുന്നു. നമ്മൾ പ്രബലരായിത്തീരുന്നു, നമ്മൾ ദേശത്ത് പ്രബലമുള്ളവരായിത്തീരുന്നു, മഹത്വമുള്ളവരായിത്തീരുന്നു. എങ്ങനെയാണ് നമ്മുടെ മഹത്വം വർദ്ധിക്കുന്നത്? ദൈവം നമ്മെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അറിയാമോ? മനുഷ്യൻ വിശ്വാസത്താൽ ജീവിക്കുവാൻ പ്രാപ്തരാകുമ്പോൾ, അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഒരു അനുഭവം, ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നതിനിടയായിത്തീരും. ഓ എൻ്റെ നീതിമാനോ, അവൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കുന്നതിലൊക്കെയും സംതൃപ്തിയുള്ളവനായിത്തീരും. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് അനേക പ്രയാസഘട്ടങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ദൈവിക വിഷയമായി ചിന്തിക്കുവാൻ പലപ്പോഴും താല്പര്യമില്ലാതെ നിന്റെ ജീവിതം മുരടിച്ച് നിരാശപ്പെട്ട് നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ താണ്ടി എന്ത് ചെയ്യണമെന്നറിയാതെ വിത്ത് വിതയ്ക്കാതെ കളപ്പുരയിൽ ചേർത്തും കൊണ്ട് നിന്നെയും വിതയ്ക്കണോ വേണ്ടായോ എന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ ഒരു തർക്ക വിഷയമായി തീർന്നിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ
ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്, ധൈര്യമായി പറയുക, ധൈര്യമായി മുൻപോട്ട് വരിക. ഇന്ന് മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കൈകളെ ബലപ്പെടുത്തുക, നിന്റെ നരിയാണികളെ ബലപ്പെടുത്തുക. ദൈവം നിന്നോടും കൂടെ ഉണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് കർത്താവ് അത് പറയുന്നത് അറിയാമോ? എന്തുകൊണ്ട് ദൈവം പറയുന്നു ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് മുതൽ ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയാത്ത ഒരു അതിര് ദൈവം കൽപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ നിന്നെ ഗോതമ്പ് മണി പോലെ പാറ്റിയെങ്കിൽ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന്, നിന്നെ കൈത്താങ്ങുവാൻ ദൈവം പുറപ്പെടുന്നതിന് ഒരു സമയമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നതിന് ഒരു സമയമുണ്ട്, ഒരു തുടക്കം. നിന്റെ ജീവിതത്തിൽ ഒരു തുടക്കം ഇന്ന് എന്ന് പറയുന്ന ഒരു നിലപാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം ആ വാക്കുകളിന്മേൽ, ആ ഒരുക്കത്തിന്മേൽ ദൈവം ചുമതലയേൽക്കുമ്പോൾ, ദൈവം ഭാരം ഏറ്റെടുക്കുമ്പോൾ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം, പ്രത്യാശയുള്ള ജീവിതം. നിന്റെ ഭവനത്തിലേക്ക് സമാധാനം വരുന്നു, സമൃദ്ധി വരുന്നു, നിന്റെ ജീവിതം ആനന്ദപൂരിതമായി തീരുന്നു, നീ ദൈവത്തിനുള്ളവനായി തീരുന്നു. ഗോഡ് ബ്ലെസ് യു.